5300ഓളം സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ പഴയ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് എൻജിൻ മാപ്സ് എന്നാണ്. അപ്പോൾ ആ ഒരു ചാനൽ, എൻ്റെ പഴയ ചാനൽ മോണിറ്റൈസേഷൻ കട്ടാനുള്ള കാരണം അതുകൂടി നിങ്ങളോട് പറയാം. ഞാൻ ഏകദേശം 1 വർഷം മുന്നെയാണ് വളരെ ആക്റ്റീവായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതും എനിക്ക് ലൈവായിട്ട് പോയിട്ട് വീഡിയോ ചെയ്യാനുള്ള മടി കാരണം ഞാൻ വീട്ടിലിരുന്ന് തന്നെ എൻ്റെ ഒഴിവുള്ള സമയത്ത്, എൻ്റെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഒഴിവുള്ള സമയത്ത് അത് വോയിസ് ഓവർ ചെയ്യായിരുന്നു. ആ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഈ റീയൂസ്ഡ് കണ്ടന്റിന് വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കട്ടാവില്ല. അങ്ങനെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിലെ പല വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു രീതിയിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നിരവധി ആളുകളുടെ ഒറിജിനൽ വീഡിയോസ് ഞാൻ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാനങ്ങനെ വീഡിയോ ഉണ്ടാക്കിയത്. പക്ഷെ എന്നാലും ആദ്യ സമയത്തൊന്നും അതിനൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഈ YT യൂട്യൂബ് ചാനലിലോ അല്ലെ YT സ്റ്റുഡിയോയിലോ ഒന്നും അത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻസ് എനിക്ക് കാണിക്കാത്തതിനെ കൊണ്ട് തന്നെ അതിനൊരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കഴിഞ്ഞ മാസം മെയ് 27-ാം തീയതിയാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നത്. അതായത് 4000 വാച്ച് അവേഴ്സും അതുപോലെ തന്നെ 5300 സംതിങ് സബ്സ്ക്രൈബേഴ്സും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടി. 27-ാം തീയതി എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി. 28-ാം തീയതി $1 സംതിങ് എൻ്റെ ഇതിലേക്ക് വന്ന്, ചാനലിലേക്ക് വന്ന്, അത് ഫസ്റ്റ് ടൈമിലായിട്ട് അവർ $1 വെച്ച്. അപ്പോൾ അതിനുശേഷം അന്ന് വൈകുന്നേരം ഞാൻ വീണ്ടും YT സ്റ്റുഡിയോ ഓൺ ചെയ്ത സമയത്ത് ആ സമയത്താണ് വരുന്നത് നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് കാരണം സസ്പെൻഡ് ചെയ്ത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യണമെങ്കിൽ അപ്പീൽ ചെയ്യാം. പക്ഷേ എനിക്ക് അപ്പീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം ഞാൻ 200 സംതിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് മുഴുവൻ ഞാൻ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് അതൊന്നും ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ ആ ഒരു വീഡിയോസിൽ മറ്റുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ ചാനൽ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ് എൻജിൻ മാപ്സ് എന്ന് പറഞ്ഞ ചാനൽ. അപ്പോൾ ആ ഒരു ചാനലിന് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് 2 പ്രൊഡക്റ്റ് ആവശ്യമായിരുന്നു. അതിലൊരെണ്ണം എൻ്റെ പഴയ ഗ്രീനാരോൺ ഒരു മൈക്ക് ഉണ്ട്, പക്ഷെ അത് സിംഗിൾ പീസ് ആയിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടത് ഡ്യുവൽ പീസ് ആയിട്ടുള്ള മൈക്കും അതുപോലെ തന്നെ ഒരു ട്രൈപോഡ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അത് ഒരെണ്ണം ഡിജിടെക്കിൻ്റെ മൈക്കാണ്, ഡ്യുവൽ മൈക്കാണ്, നോയ്സ് റിഡക്ഷൻ ആയിട്ടുള്ള മൈക്കാണ്. അതുപോലെ തന്നെ കൊഡാക്കിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ട്രൈപോഡാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്ക്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇങ്ങനൊരു പേഴ്സ് പോലെയുള്ള ഒരു ബാഗാണ്. അപ്പോൾ ഇത് അത് ഫൈബറിൻ്റെ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. തുറന്നു നോക്കാം. ഓക്കെ, ഇതിൽ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്, മറ്റൊരു ട്രാൻസ്മിറ്റർ കൂടിയുണ്ട്. 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഹെഡ്സെറ്റാണ്. ഇത് ഇവിടെ എഴുതിയുണ്ട്. ഇത് ഫോണിലേക്കുള്ള കണക്ടറാണ്. അതുപോലെ തന്നെ മറ്റൊരു 2 ഹെഡ്സെറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ. 2 ഹെഡ്സെറ്റ്, ഒരു ഫോണിലേക്കുള്ള കണക്ടർ. ഇത് ഡ്യുവൽ ഇതൊക്കെ ഇതിൽ എഴുതിയുണ്ട്. 1 with 2 കേബിൾ.
ആ ട്യൂബ് കേബിളാണിത്. പിന്നെ ഇതിൽ ഒരു വിൻഡ് മഫ്, അത് 2 ഉണ്ട്. 2 ട്രാൻസ്മിറ്ററിലേക്ക് വേണ്ടിയിട്ടാണ് ഈ 2 വിൻഡ് മഫുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒരു DSLR കേബിളാണിത്. അതുപോലെ തന്നെ ഇത് C കേബിൾ, അതായത് എൻ്റെ ഓപ്പോ ഫോണാണ്, ഓപ്പോ F70 Pro. അപ്പോൾ അതിൽ ഇപ്പോൾ OTG കണക്ഷനായിട്ട് ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ള ഫോണുകളിലേക്ക് യൂസ് ചെയ്യാനുള്ള, അതേപോലെ തന്നെ ആപ്പിൾ ഫോണിലേക്ക്, ഇപ്പോൾ ഇത് ആപ്പിൾ ഫോണിലേക്ക് കണക്ടറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൽ ഒന്ന് നോക്കാം. വർക്കിംഗ് അല്ല, ഇത് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ റിസീവർ ഓൺ ചെയ്യാം. ഇവിടെ ഒരു വോളിയം ബട്ടൺ ഉണ്ട്, 2 വോളിയം ബട്ടൺ, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഒരു സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ബട്ടൺ, ഇത് മ്യൂട്ട് ബട്ടൺ. അപ്പോൾ ഇത് അമർത്തി കഴിഞ്ഞാൽ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ 3 ലൈറ്റുകളാണ്. ഒന്ന് ബാറ്ററി പവർ, ആ ഫുൾ ചാർജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് റിസീവർ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് 2 ഓൺ ചെയ്യാത്തത് കൊണ്ട് ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും പച്ചയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് റെഡ് ബട്ടൺ, അത് ഇതിൻ്റെ മൈക്കിൻ്റെ ആണ്. അപ്പോൾ ഇപ്പോൾ ട്രാൻസ്മിറ്റർ ഓഫ് ആയതുകൊണ്ട് തന്നെ ഇത് റെഡായിട്ടാണ് കത്തുക. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്മിറ്റർ ഓൺ ചെയ്ത് നോക്കാം. ഇതിൽ ട്രാൻസ്മിറ്ററിൽ ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു എക്കോ എന്നുള്ള ഒരു ഡിജിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇതിലും എക്കോ കാണുന്നുണ്ട്. ഇതിൻ്റെ വിൻഡ് മഫ് കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ്. ഇത് ചാർജിങ് കേബിൾ, ഇത് മൈക്കിൻ്റെ. അപ്പോൾ ഇതേപോലെ തന്നെ ഓൺ ഓഫും ബട്ടൺ ഇവിടെ ഉണ്ട്, ഒരു മ്യൂട്ട് ബട്ടൺ. ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. 2 സെക്കൻഡ് പ്രസ് ചെയ്ത് ഓണായി കഴിഞ്ഞ്, അപ്പോൾ ഇത് 2 പെയറായി കഴിഞ്ഞു. ആ പെയറായ സമയത്ത് 2 ബ്ലിങ്കിങ് അവിടെ നിന്നുണ്ട്. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മ്യൂട്ട് ബട്ടൺ ഒഴിവാക്കിയ സമയത്ത് 2ൻ്റെ ഓണായിട്ടുണ്ട്, മൈക്ക് ഓണായിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഇത് കൂടി ഓണാക്കി നോക്കാം. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇത് പെയറാകുന്നവരെ ആ ബ്ലിങ്ക് ഇപ്പോൾ ഇത് പെയറായിട്ടുണ്ട്. അപ്പോൾ ഇനി റിസീവർ എടുത്ത് അതിനുശേഷം നമുക്കിത് ഇവിടെ, ഇത് സാധാ മൈക്കായിരിക്കും. ഇതിൽ നോയ്സ് റിഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു പച്ച മാത്രം കത്തി നിൽക്കുന്ന സമയത്ത്. എന്നാലും ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാ മൈക്കിനേക്കാളിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറ്റിയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് എക്കോ മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്കോ മോഡായി. അപ്പോൾ സമയത്ത് 2ഉം ബ്ലൂ ആയിട്ട് മാറിയിരിക്കും. അപ്പോൾ ഈ എക്കോ ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് ഇവിടെ എക്കോ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരു നോയ്സ് ഇതിലേക്ക് വരാനുള്ള ഒരു ചാൻസും ഉണ്ടാവില്ല. അപ്പം ഇതാണ് നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്ക്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു കൊഡാക്കിൻ്റെ, ഇത് കാണുന്നുണ്ടോ, കൊഡാക്കിൻ്റെ ട്രൈപോഡാണ്. അപ്പോൾ കൊഡാക്കിൻ്റെ ട്രൈപോഡ് അതിലെന്തോ താഴെ ഇതിൻ്റെ മൊബൈൽ കണക്ടറാണ്. എന്തെങ്കിലും DSLR ഒക്കെ കണക്ട് ചെയ്യുന്ന ആ സാധനം നിലത്ത് പോയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ കൊഡാക്കിൻ്റെ ഗ്രിപ്പൊക്കെ ഇവിടെ ബാഡ് ചെയ്തിട്ടുള്ള ഗ്രിപ്പാണ്. ഇതിന് ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. കൊഡാക്കിൻ്റെ ഈ മോഡൽ T211 ട്രൈപോഡ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരും.
അതുപോലെ തന്നെ 1.10 കിലോ ഇത് വെയിറ്റ് ഉണ്ട്. 3 സെക്ഷനിലാണ് ഇത് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുക. ലോഡ് കപ്പാസിറ്റി 5 കിലോ ആണ്. ഇവിടെ ഒരു പിടിക്കാനുള്ള ഒരു ഹാൻഡിൽ നമുക്കുണ്ട്. എല്ലാം മെറ്റൽ, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. എല്ലാം മെറ്റലാണ്. അപ്പം ലെഗ് ക്വിക്ക് റിലീസാണ്. അതുപോലെ തന്നെ ടേൺ ചെയ്യാനുള്ള ലിവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു DSLR വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൗണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെയാണ് ഇത് കണക്ട് ചെയ്ത ശേഷം, അതായത് നമുക്ക് DSLR ഒക്കെ ഇതിൽ കണക്ട് ചെയ്ത ശേഷം, അല്ലെങ്കിൽ ഫോണായാലും നമുക്ക് കണക്ട് ചെയ്ത ശേഷം പെട്ടെന്ന് ഇതിൽ സെറ്റ് ചെയ്ത് ഇതിലേക്ക് വെച്ച് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ